ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? സേഫ് ആയിട്ടിരിക്കാനായിട്ട് പ്രത്യേകം ഇനി പറയണ്ടല്ലോ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മളെ റസ്നാസ് കിച്ചണിലേക്ക് ഇന്ന് എത്തിയിരിക്കുന്ന ഒരു സ്പെഷ്യൽ അതിഥിയാണ്. നല്ല ഫ്രഷ് മീനെന്നൊന്നും പറഞ്ഞാൽ പോലെ പടപടയ്ക്കണ നല്ല ജീവനുള്ള മീനാണ്. നമ്മളൊരു സുഹൃത്ത് വഴി നമുക്ക് കിട്ടിയ വളർത്തുമീനാണ്. അപ്പോൾ അതിനെ നമ്മൾ ഒട്ടും മോശമാക്കാൻ പാടില്ലല്ലോ അല്ലേ? നല്ല സിമ്പിളായിട്ട് നല്ല കുരുമുളകൊക്കെ അരച്ച് നല്ല സ്പൈസി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് കണ്ടിട്ട്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉടനെ തെളിഞ്ഞു വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ നോട്ടിഫിക്കേഷൻസും ഓപ്റ്റ് ചെയ്തേക്കണേ. അപ്പം ഞാൻ പറഞ്ഞ പടയ്ക്കണ മീൻ 2 പടയ്ക്കണുള്ളൂ. ഒരെണ്ണം ശ്വാസം എടുത്ത് ജീവൻ വെച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. എന്തായാലും 3 ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുൽസുണ്ണി ബിരിയാണിയൊക്കെ കൊടുത്ത് വളർത്തിയെടുക്കാൻ എന്നെ ഏൽപ്പിച്ച മീനിൽ ഏറ്റവും വലുത് നോക്കി ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് വറുക്കാനായിട്ട് ഒരു 10 പീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മീൻ വറുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാരിനേഷൻ തന്നെയാണല്ലേ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ മണി ഇടാം. 1 ടീസ്പൂൺ തന്നെ പെരുംജീരകം അല്ലെങ്കിൽ വലിയ ജീരകം ഇടാം. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം. ഒരു ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. നമ്മൾ മാറ്റി വെച്ച ഫിഷ് പീസസ് ഒക്കെ തിരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് പണി തുടങ്ങാം കേട്ടോ. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം. 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഒതുക്കി വെച്ച കൂട്ട് അത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ടേബിൾ സ്പൂണും ടീസ്പൂണൊക്കെ പ്രത്യേകം നോട്ട് ചെയ്തേക്കണം. കാരണം ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ml സ്പൂണാണ്. ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 ml, അതായത് ടീസ്പൂണിൻ്റെ 3 ഇരട്ടിയാണ്. അപ്പോൾ ടീയും ടേബിളും ഒക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇതിലേക്ക് ഇനിയും ഒരു മീഡിയം സൈസിലുള്ള ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ട് പിഴിഞ്ഞങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ മിനിമം കേട്ടോ. ഞാനിതിപ്പോൾ ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരിക്കാൻ പോവാണ്, ഫ്രീസറിലല്ല കേട്ടോ. അങ്ങനെ നമുക്ക് മീൻ വറുത്തെടുക്കാനുള്ള സമയമായിട്ട് 1 മണിക്കൂറിൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ മതി കേട്ടോ. ഷാലോ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. പാനിലൊന്ന് ചുറ്റിച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തും എത്തിക്കുക. അത്ര മതി കേട്ടോ. ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഫുൾ ഫ്ലെയിമിൽ കിടന്നോട്ടെ. ഒന്ന് വെളിച്ചെണ്ണ ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം അപ്പം മീഡിയം സ്പീഡിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഫിഷ് പീസസ് ഓരോന്നായിട്ട് നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ ഒന്നുകൂടെ ചുറ്റിച്ച് കൊടുത്ത് എല്ലാ ഭാഗത്തേക്ക് എത്തിച്ച് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെ ഫ്ലെയിമിൻ്റെ സ്ട്രെങ്ത്ത് വ്യത്യാസം ഉണ്ടാവും ചിലപ്പോൾ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് മീഡിയം ടു ലോവർ ഫ്ലെയിമിലേക്ക് തീ ഒന്ന് മാറ്റി കൊടുക്കാൻ മറക്കല്ലേ. 2 മിനിറ്റിന് ശേഷം നമ്മൾ മീനിൻ്റെ അടപ്പൊക്കെ ഞാൻ തുറന്നു നോക്കിയിട്ടുണ്ട്. ഒരു ഭാഗം വെന്ത് കാണും. ഇത് അധികം വേവില്ലാത്തൊരു മീനാണ് കേട്ടോ. അപ്പം നമ്മൾ വേവിക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഓരോ മീനിൻ്റെ ദശയുടെ കട്ടി അനുസരിച്ചിരിക്കും. ഇത് അധികം പെട്ടെന്ന് വേവുന്ന മീനായത് തന്നെ 2 മിനിറ്റ് മതി. അപ്പോൾ നമുക്കിത് മറിച്ചിടുന്നതിന് മുമ്പ് ഒരല്പം വെളിച്ചെണ്ണയും കൂടെ മുകളിൽ തൂവിയതിന് ശേഷം വേണം മറിച്ചിടാനായിട്ട്, മറക്കല്ലേ. അപ്പോൾ നമുക്കൊന്നുകൂടെ മറിച്ചിട്ട് അതേ സമയം തന്നെ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ മറിച്ചിട്ടതിന് ശേഷമുള്ള 2 മിനിറ്റും കഴിഞ്ഞു നമ്മുടെ ഫിഷ് തവ ഫ്രൈ റെഡിയായിട്ടോ. അപ്പോൾ കണ്ടല്ലോ, വളരെ ഈസിയാണ്. നമ്മൾ ഉണ്ടാക്കുന്ന കൂട്ടിൽ കുരുമുളകിൻ്റെ അളവ് നിങ്ങൾ കുറച്ചിട എഴുതിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വളർത്തു മീൻ വെച്ചാണെന്ന് വെച്ചിട്ട് നമുക്ക് ഏത് മീൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തതിന് ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. മീനിൻ്റെ ദശയുടെ കട്ടി അനുസരിച്ച് അതിൻ്റെ വേവിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയം ഒന്ന് കൂട്ടണം. എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണേ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്ടിവേറ്റ് ചെയ്യാനും കൂടെ ഓർക്കണം. അപ്പോൾ അടുത്തൊരു നല്ല ഡിഷുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.